അധികാരത്തിലേറിയ ഉടൻ തന്നെ വാഗ്ദാനങ്ങൾ പാലിക്കുമെന്ന ഉറപ്പുമായി നിയുക്ത ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത മാർച്ച് 8 മുതൽ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് 2500 രൂപ എത്തുമെന്നാണ് രേഖ പ്രഖ്യാപിച്ചത്. ബിജെപിയുടെ സുപ്രധാന തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു ഇത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുകയെന്നത് രാജ്യതലസ്ഥാനത്തെ 48 ബിജെപി MLA-മാരുടെയും ഉത്തരവാദിത്തമാണ്. സ്ത്രീകൾക്ക് നൽകുമെന്ന് പറഞ്ഞ് സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള എല്ലാ വാഗ്ദാനങ്ങളും ഞങ്ങൾ നടപ്പാക്കും. മാർച്ച് 8 വനിതാ ദിനത്തിൽ തന്നെ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് പണമെത്തുമെന്നാണ് രേഖ ഗുപ്ത പറഞ്ഞത്. ഡൽഹിയുടെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് രേഖ ഗുപ്ത. ഷാലിമാർ ബാഗ് മണ്ഡലത്തിൽ നിന്നാണ് രേഖ വിജയിച്ചത്. ആം ആദ്മിയുടെ ബന്ദനകുമാരിയെ 29,000-ഓളം വോട്ടുകൾക്കായിരുന്നു രേഖ പരാജയപ്പെടുത്തിയത്. മുൻ ഡൽഹി മുനിസിപ്പൽ കൗൺസിലറായിരുന്ന രേഖ ഗുപ്തയുടെ പേര് അപ്രതീക്ഷിതമായാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കപ്പെട്ടത്. തുടക്കത്തിൽ പർവേഷ് ശർമ്മ അടക്കമുള്ളവരുടെ പേരുകളായിരുന്നു ചർച്ചയായത്. എന്നാൽ ഡൽഹിയെ നയിക്കാൻ വനിതാ മുഖം വരട്ടെ എന്ന് നേതൃത്വം തീരുമാനിക്കുകയായിരുന്നു. അതേസമയം 26 വർഷങ്ങൾക്ക് ശേഷമാണ് രാജ്യതലസ്ഥാനത്ത് ബിജെപി അധികാരത്തിലേറുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 70 സീറ്റിൽ 48ഓളം സീറ്റുകൾ നേടിയാണ് ബിജെപി ഭരണം പിടിച്ചത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 8 സീറ്റുകളായിരുന്നു ബിജെപിക്ക് ലഭിച്ചത്. 62 സീറ്റുകൾ നേടിയ ആം ആദ്മിക്ക് 24 സീറ്റുകളിൽ മാത്രമാണ് വിജയിക്കാനായത്. അതേസമയം പർവേഷ് വർമ്മയെയായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും അധികം സാധ്യത കൽപ്പിച്ചത്. ആം ആദ്മി പാർട്ടി മേധാവി അരവിന്ദ് കെജ്രിവാളിനെ ന്യൂഡൽഹി മണ്ഡലത്തിൽ പരാജയപ്പെടുത്തിയാണ് പർവേഷ് ഡൽഹി നിയമസഭയിൽ എത്തിയത്. വിജേന്ദ്ര ഗുപ്ത, ആശിഷ് സൂദ് തുടങ്ങിയ പ്രമുഖ നേതാക്കളുടെ പേരും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കേട്ടിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായാണ് ഇവരെയെല്ലാം മറികടന്ന് 50കാരിയായ രേഖയെ ബിജെപി തിരഞ്ഞെടുത്തത്. പർവേഷ് വർമ്മയെ പോലുള്ളവരെ മറികടന്ന് രേഖ ഗുപ്തയെ ബിജെപി തിരഞ്ഞെടുത്തതിന് പിന്നിൽ പല കാരണങ്ങളുമുണ്ട്. അതിലൊന്നാമത്തേത് തിരഞ്ഞെടുപ്പ് വിജയത്തിൽ പ്രധാന പങ്കുവഹിച്ച സ്ത്രീ വോട്ടർമാരുടെ പിന്തുണ ഏകീകരിക്കാനുള്ള ബിജെപിയുടെ തന്ത്രമാണ്. അതേസമയം ദിവസങ്ങൾ നീണ്ട സസ്പെൻസിന് ശേഷമാണ് ബിജെപി ഡൽഹിയിലെ മുഖ്യമന്ത്രിയുടെ പേര് പ്രഖ്യാപിക്കാൻ ഒരുങ്ങിയത്. നരേന്ദ്രമോദിയുടെ US സന്ദർശനത്തിന് ശേഷം ഡൽഹി മുഖ്യമന്ത്രിയുടെ പേര് പ്രഖ്യാപിക്കുമെന്നായിരുന്നു നേരത്തെ റിപ്പോർട്ടുകൾ പറഞ്ഞത്. അതിനായി ചർച്ചകളും നടന്നിരുന്നു. ഡൽഹിയിൽ ബിജെപിയുടെ ഉന്നതതല യോഗങ്ങൾ ഒട്ടേറെ നടന്നു. എങ്കിലും ആരാണ് രാജ്യതലസ്ഥാനത്ത് മുഖ്യമന്ത്രിയായി വരിക എന്ന കാര്യത്തിൽ വ്യക്തത വന്നിരുന്നില്ല. ഈ മാസം ആദ്യം നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 70 നിയമസഭാ സീറ്റുകളിൽ 48 സീറ്റുകളും നേടിയാണ് ബിജെപി ചരിത്ര വിജയം നേടിയത്. 27 വർഷത്തിന് ശേഷം ദേശീയ തലസ്ഥാനത്ത് പാർട്ടി അധികാരത്തിൽ തിരിച്ചെത്തി. ആം ആദ്മി പാർട്ടി 22 സീറ്റുകൾ നേടിയപ്പോൾ കോൺഗ്രസിന് 1 സീറ്റ് പോലും നേടാനായില്ല.